ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള പോർക്ക് തോരനാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പോർക്ക് തോരൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 3-4 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളകിൻ്റെ എണ്ണം ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുളകൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരണം. ഞാനിവിടെ ഒരു 2 കിലോയോളം പോർക്ക് പ്രഷർ കുക്കറിൽ 4 വിസിലടിക്കുന്നത് വരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്തൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോർക്ക് നമുക്ക് കടുക് താളിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. പോർക്ക് ഞാനിവിടെ വെള്ളം ചേർക്കാതെയാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. പോർക്ക് കുക്കായി വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്ക് കിട്ടും. ആ വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ തോരനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ ഞാൻ മുഴുവൻ വെള്ളവും ഇതിലേക്ക് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പോർക്ക് മുങ്ങി നിൽക്കുന്ന അളവിൽ മാത്രം ഞാൻ അതിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ടുള്ള കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു മുഴുവൻ തേങ്ങ, അതായത് ഒരു 1.5 കപ്പോളം തേങ്ങ ഉണ്ടാകും. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയും എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലൊന്ന് റിവേഴ്സ് ബട്ടണിൽ പ്രസ് ചെയ്തെടുത്താൽ മതിയാകും. ഈ കൂട്ട് നമ്മുടെ പോർക്കിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ മിക്സ് ചെയ്യാൻ പാടില്ല. തേങ്ങ നമുക്ക് കുക്കായിട്ട് കിട്ടണം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്. അപ്പോൾ നമ്മളിത് ചിക്കനൊക്കെ ഉപയോഗിക്കുന്ന അതേ മസാല തന്നെയാണ്. അത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റോളം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മൂടി തുറന്ന ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കൂട്ടും അതുപോലെ തന്നെ പോർക്കും നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.